എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഒരു ചെറിയ കാറ്ററിംഗ് വിശേഷങ്ങൾ കാണാം. വരൂ. പച്ചക്കറികളൊക്കെ ഇവിടെ റെഡിയാണ്. എല്ലാ സാധനങ്ങളും ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്കൊരു സദ്യ രൂപത്തിലേക്ക് ആക്കണം. കുറച്ച് മെനക്കെടുള്ള പണിയാണ് കേട്ടോ. എങ്കിലും വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ചെയ്യാണ്. ഏട്ടൻ്റെ സഹായം പ്രത്യേകിച്ച് പറയേണ്ടത് തന്നെയാണ്. കാരണം ഏട്ടൻ പഠിപ്പിച്ചു തന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് എനിക്ക് സ്വയം ചെയ്യാനുള്ളൊരു ശക്തി ഉണ്ടായത്. കഷ്ണങ്ങളൊക്കെ ഏട്ടൻ നുറുക്കി തന്നു. കുക്കിങ്ങിൻ്റെ ഇത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ സൗകര്യങ്ങളും എല്ലാ വിഭവത്തിൻ്റെയും കഷ്ണങ്ങളൊക്കെ ഏട്ടൻ നുറുക്കി തന്നിട്ടുണ്ട്. ഇനി അതൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കണം. എന്നെ പഠിപ്പിക്കുകയെന്ന് കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി പറഞ്ഞിട്ടുള്ള ആ പഠിത്തം കൊണ്ട് തന്നെയാണ് എനിക്കിന്ന് സ്വന്തമായിട്ട് ചെയ്യാനുള്ളൊരു ശക്തി കിട്ടിയതും. കാളനും പുളിഞ്ചിയും ശർക്കരപ്പേരി അടക്കം ഇപ്പോൾ ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടായത് ആ ഒരു ശിക്ഷണത്തിൽ തന്നെയാണ്. ഏട്ടൻ ദഹനക്കാരനാണ്. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് കാരണം ഇപ്പോൾ ധൈര്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടി തന്നെയാണ് കാറ്ററിംഗ് ചെയ്യണം കേട്ടോ. പരിപാടികളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ എളുപ്പമായില്ല. ഉണ്ടാകുമ്പോൾ ഉപ്പേരിപ്പണിയാണ്. 4 കീറി വറവും ശർക്കരപ്പേരിയും. സദ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ വറുത്തപ്പേരി. നമ്മൾ ആദ്യം കഴിക്കുക തന്നെ ഉപ്പേരിയാണ്. ശർക്കരപ്പേരി കഴിക്കാനൊക്കെ നല്ല എളുപ്പമാണ്, നല്ല സ്വാദുണ്ടാവും. പക്ഷേ അത് ഉണ്ടാക്കാനുള്ള പണി നല്ലോണം ഉണ്ട് കേട്ടോ. കാരണം അതിൻ്റെ ആ കൃത്യമായുള്ള മൂപ്പ്, കായ വറക്കുമ്പോൾ നമ്മളതിൻ്റെ മൂപ്പ് കറക്റ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ ശർക്കരപ്പേരി വേറെ എന്തെങ്കിലുമൊക്കെ ആവും. ശർക്കരപ്പേരിയുടെ വറവും അതുപോലെ തന്നെയാണ് ശർക്കരയുടെ മൂപ്പുമൊക്കെ വളരെ കൃത്യമായിട്ടായാൽ മാത്രമാണ് ശർക്കരപ്പേരി അതിൻ്റെ ഭംഗിയിൽ വരുള്ളൂ. ചുക്കുപൊടി, ജീരകപ്പൊടി, നെയ്യ് ഇതൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്കതിൻ്റെ മൂപ്പ് നല്ലോണം അതിന് ശേഷം വേണം കായൊക്കെ നമ്മൾ ഇളക്കി കൊടുക്കണം. അതിന് ശേഷമാണ് അതിന് നമുക്ക് വേവിപ്പിക്കാനുള്ള ചേരുവകൾ ചേർക്കുക. ചുക്കുപൊടി, ജീരകപ്പൊടി, ചുക്കുപൊടിയൊക്കെ ആദ്യം ചേർക്കും. നല്ലോണം ഇളക്കി കായയുടെ മുകളിലേക്ക് ശർക്കരയൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ച് പഞ്ചസാര പൊടിച്ചിടണം. എന്നാലാണത് വേറെ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുക്കണം. ജീരകപ്പൊടി അവസാനം ഇടുക. അത് കഴിഞ്ഞ് നമുക്ക് ഒരു 1.5 ഗ്ലാസ് പഞ്ചസാര പൊടിച്ചിട്ട് മിക്സിയിൽ പൊടിച്ചിട്ട് നമ്മളതിന് നേരെ വിതറി കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ചൂടാറിയതിന് ശേഷം വേറെ ആക്കി എടുത്ത് വയ്ക്കണം.
അങ്ങനെ പപ്പടം കാച്ചിലും പാക്കിങ്ങും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്നത്തെ എൻ്റെ സദ്യ എല്ലാം ഇവിടെ റെഡിയാണ്. ഇനി അവർ വന്ന് കൊണ്ടുപോവുകയുണ്ട്. എല്ലാം ഇവിടെ റെഡിയാക്കി പാക്കിങ്ങും കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അമ്മൂമ്മ, ഇന്നത്തെ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായി, എനിക്ക് നല്ല ഇഷ്ടമായി. അമ്മയുടെ നല്ല വാക്കുകൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായി കാണാം.